ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് 4-5 മീഡിയം സൈസ് കറുവപ്പട്ട ചേർത്ത് നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് കളർ കിട്ടാനായി പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്ത് സ്റ്റൗ ഓണാക്കി മീഡിയത്തിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ പഞ്ചസാര ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുകി നല്ല ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അരക്കപ്പ് വെള്ളം സാവധാനം ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, 1/2 കപ്പ് ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ആവശ്യത്തിന് കാഷ്യൂ നട്ട്സും എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ക്യാരറ്റും കാഷ്യൂ നട്ട്സും അടിയിൽ പോയി അടിഞ്ഞു കിടക്കാതിരിക്കാനാണ് മൈദ മിക്സ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ഒരു പ്രാവശ്യം അരിച്ച് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ട 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ബാച്ചസായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തണുക്കാൻ വെച്ചിരുന്ന കാരമൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ലോ ഫ്ലെയിമിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ചസായി ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓണാക്കി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഓവൻ സെറ്റപ്പ് ചൂടാക്കിയ ശേഷം ലോ സ്പീഡിലിട്ട് 40 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം.